السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين. الصلاة والسلام على سيدنا ومولانا وحبيب ربنا وطبيب لبنا أبي القاسم محمد خاتم الأنبياء والمرسلين ورسول رب العالمين معلم البشرية من لدن حكيم خبير وعلى آله الطيبين الطاهرين وعلى أصحابه أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإن منكم إلا واردها كان على ربك حتما مقضيا ثم ننجي الذين اتقوا ونذر الظالمين فيها جثيا. صدق الله مولانا العظيم. إن أقصى المكث في النار في حق المؤمنين 7,000 سنة. صدق رسول الله. الحمد لله حمدا دائما أبدا والحمد لله ثم الحمد لله. الحمد لله رب العالمين على ما كان يلهمني. الحمد لله. അർഹമുർറാഹിമായ നാഥൻ നമ്മുടെ എല്ലാവിധ തെറ്റുകുറ്റങ്ങളും അവൻ്റെ മഗ്ഫിറത്തിൻ്റെ റഹ്മത്തിൻ്റെ വിശാലത കൊണ്ട് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. പാപങ്ങളിൽ നിന്ന് തൗബ ചെയ്ത് മടങ്ങാനുള്ള സൽബുദ്ധി പടച്ച തമ്പുരാൻ നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ. പാപക്കറകളിൽ നിന്ന് നമ്മുടെ ഹൃദയങ്ങളെ മോചിപ്പിച്ച് ഈമാനികമായ ഉണർവോടുകൂടെ ജീവിക്കാനും ആ പൂർണ്ണ ഈമാനോടുകൂടെ മരണപ്പെടാനും അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിലെ വിവിധ ക്ലേശങ്ങൾ എല്ലാം വിധിച്ചത് അല്ലാഹുവാണ്. ആ വിധിയുടെ പിന്നിലും അല്ലാഹുവിന് ലക്ഷ്യമുണ്ടാകും. പരീക്ഷണമാണെങ്കിൽ ആ പരീക്ഷണത്തിൽ അല്ലാഹു വിജയിപ്പിക്കുമാറാകട്ടെ. ശിക്ഷയാണെങ്കിൽ ആ ശിക്ഷയിൽ നിന്ന് അല്ലാഹു മോചനം നൽകുമാറാകട്ടെ. രോഗികൾക്ക് അല്ലാഹു ശമനം നൽകുമാറാകട്ടെ. ദീർഘായുസ്സോടുകൂടെയുള്ള ആഫിയത്തോടുകൂടെയുള്ള ത്വാഅത്തിലായിക്കൊണ്ടുള്ള ജീവിതം അല്ലാഹു നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. മരണപ്പെട്ടു പോയവരുടെ ഖബറിടങ്ങളെ അല്ലാഹു വിശാലമാക്കുകയും
സ്വർഗീയ അനുഭൂതി അവരുടെ ബർസഖി ലോകത്ത് അവർക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുമാറാകട്ടെ. അവരെയും നമ്മെയും ഫിർദൗസിൻ്റെ അഹ്ലുകാരായി അള്ളാഹു ഖബൂലാക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, മഹബ്ബത്തിൻ്റെയും മഅരിഫത്തിൻ്റെയും മഹാത്മ്യത്തെക്കുറിച്ചാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത്. ദുന്യാവിലും ആഖിറത്തിലും സന്തോഷത്തോടെ സമാധാനത്തോടെ രാജകീയ ജീവിതം നയിക്കുന്നവർ അള്ളാഹുവിനെ അറിഞ്ഞ് സ്നേഹിച്ച് നിലകൊള്ളുന്ന ആരിഫുകൾ മാത്രമാണ്. അവർക്ക് രണ്ട് ലോകത്തും സുഖസൗഖ്യമാണുള്ളത്. അവർക്ക് രണ്ട് ലോകത്തും പരമാനന്ദമാണുള്ളത്. അവർ അവരുടെ ജീവിതത്തിൻ്റെ ഏതേതനുഭവങ്ങളിലും അവർ കണ്ടുകൊണ്ടിരിക്കുന്നത് ഉടമസ്ഥനായ അള്ളാഹുവിനെ ആയിരിക്കും. ഇങ്ങനെയുള്ള ആളുകളാണ് വാസ്തവത്തിൽ പരിശുദ്ധ ഖുർആനിൻ്റെ വാഹകർ. ഇത്തരത്തിലുള്ള ആളുകളിലൂടെയാണ് പരിശുദ്ധ ഖുർആൻ ലോകത്ത് സജീവമാകുന്നത്. ഇത്തരത്തിലുള്ള ആളുകളാണ് ഖുർആനിൻ്റെ പ്രബോധകരായി മാറേണ്ടത്. അല്ലാതെ ഖുർആൻ പ്രചരിപ്പിക്കാനും ഖുർആൻ ജനങ്ങൾക്കെത്തിക്കാനും ലോകത്ത് വ്യാപിക്കാനും എല്ലാ ആളുകളും ഒരിക്കലും അർഹരാവുകയില്ല. അള്ളാഹുവിനെ ഉള്ളുകൊണ്ടറിഞ്ഞ് സ്നേഹിച്ച് മുന്നേറുന്ന ആരിഫുകൾ അവരാകുന്നു ഖുർആനിൻ്റെ വാഹകർ. ഖുർആനിൻ്റെ വക്താക്കളായ ആ വിഭാഗത്തിന് അള്ളാഹു ഒരുക്കി വെച്ചത് എന്താണെന്ന് ഖുർആൻ പറഞ്ഞു. ഫലാ തഅലമു നഫ്സും മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അഅ്യുൻ ജസാഅം ബിമാ കാനൂ യഅമലൂൻ. സൂറത്ത് സജദയുടെ 17-ാമത്തെ ആയത്തിൽ അള്ളാഹു അതാണ് പഠിപ്പിക്കുന്നത്. അവർക്ക് കേവല സ്വർഗമല്ല നൽകുന്നത്, അവർക്ക് നൽകുന്നത് ഫലാ തഅലമു നഫ്സുൻ, ആർക്കും തന്നെ അറിയുകയില്ല, ഒരാൾക്കും അറിയുകയില്ല. ഉഖ്ഫിയ ലഹും, അവർക്ക് വേണ്ടി ഗോപ്യമാക്കി വെച്ച പ്രതിഫലം, അവർക്ക് വേണ്ടി സ്വകാര്യമാക്കി അള്ളാഹു ഒരുക്കി വെച്ച പ്രതിഫലം. മിൻ ഖുർറത്തി അഅ്യുൻ, കൺകുളിർപ്പിക്കുന്ന ആ അവസ്ഥ, പരമാനന്ദത്തിന്റെ ആ അവസ്ഥ, ആ ഖുർആനിന്റെ വാഹകരായ അള്ളാഹുവിനെ സ്നേഹിച്ച് അറിഞ്ഞ് സ്നേഹിച്ച് ജീവിക്കുന്ന ആരിഫുകൾക്ക് വേണ്ടി ഒരുക്കി വെച്ച കൺകുളിർപ്പിക്കുന്ന പരമാനന്ദം ആർക്കും തന്നെ അറിയുകയില്ല എന്ന് അള്ളാഹുവിന്റെ കലാം. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ ഇബ്നു കസീർ റഹിമഹുല്ല സ്വഹീഹുൽ ബുഖാരിയിൽ നിന്നുള്ള പ്രസിദ്ധമായ ഹദീസ് ഉദ്ധരിച്ചതായി കാണാം. അള്ളാഹു പറയുന്നുണ്ട്, നബി തങ്ങൾ വിവരിക്കുകയാണ്, പടച്ച തമ്പുരാൻ പറയുന്നു, ആയത്ത് വിശദീകരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ സന്ദേശം ലോകത്തിന് പ്രവാചകർ കൈമാറുകയാണ്. അഅദത്തു ലിഇബാദി സ്വാലിഹീൻ മാ ലാ ഐനുൻ റഅത് വലാ ഉദ്നുൻ സമിഅത് വലാ ഖതറ അലാ ഖൽബി ബശർ. അല്ലാഹുവിനെ അറിഞ്ഞ് സ്നേഹിക്കുന്ന ഇഷ്ടദാസന്മാർ, അവർക്ക് അല്ലാഹു ഒരുക്കി വെച്ചിട്ടുള്ളത് ആരും കാണാത്തതും കേൾക്കാത്തതും, എന്തിനധികം വലാ ഖതറ അലാ ഖൽബി ബശർ, ഒരു മനുഷ്യന്റെയും മനസ്സിൽ ഊഹിക്കാൻ പറ്റാത്തതുമായ ഒരു പ്രത്യേക അനുഭൂതിയും സന്തോഷവുമാണ് അല്ലാഹു അവർക്ക് ഒരുക്കി വെച്ചിട്ടുള്ളത്. ശുഹദാക്കളെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് നമുക്കറിയാമല്ലോ. രണാങ്കണത്തിൽ പടവെട്ടി രക്തസാക്ഷികളായ ശുഹദാക്കൾ, ഉന്നതമായ മരണം കൈവരിച്ച രക്തസാക്ഷികൾ, അവർക്കുള്ള പദവി ഖുർആൻ പറഞ്ഞത് നമുക്കറിയാമല്ലോ. വലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാതാ ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ ഫരിഹീന ബിമാ ആതാഹുമുല്ലാഹു മിൻ ഫളി. അല്ലാഹുവിന്റെ മാർഗത്തിൽ വധിക്കപ്പെട്ട ആളുകൾ മരിച്ചു എന്ന് നിങ്ങൾ വിചാരിക്കരുത്. പിന്നെയോ അവർ ജീവിച്ചിരിക്കുകയാണ്, അവർ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇൻദ റബ്ബിഹിം യുർസഖൂൻ, അവരുടെ നാഥനിങ്കൽ, അവരുടെ സൃഷ്ടാവിങ്കൽ അവർക്ക് ആവശ്യമുള്ള വിഭവങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഭക്ഷണങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. തീർന്നില്ല. ഫരിഹീന ബിമാ ആതാഹുമുല്ലാഹു മിൻ ഫളി, അല്ലാഹു അവർക്ക് ഒരുക്കി കൊടുത്ത അല്ലാഹുവിന്റെ ഔദാര്യത്തിൽ അവർ സംതൃപ്തരാണ്, വെരി ഹാപ്പിയാണ്.
അവരൊരിക്കലും ദുഃഖിച്ചിട്ടില്ല, ഒരിക്കലും അസഹ്യമായ വേദന കൊണ്ട് അക്ഷമരായിട്ടില്ല. ഫരിഹീന ബിമാ ആതാഹുമുല്ലാഹു മിൻ ഫളി, അല്ലാഹു അവന്റെ ഔദാര്യത്തിൽ നിന്ന് അവർക്ക് ചൊരിച്ചു കൊടുത്തതിൽ അവർ സന്തുഷ്ടരാണ്, സമാധാനത്തോടെ ജീവിക്കുന്നവരാണ് രക്തസാക്ഷികൾ. ഈ ആയത്തുദ്ധരിച്ചുകൊണ്ട് ഇമാം ഗസ്സാലി റഹിമഹുല്ല പറയുന്നു, ഈ ഒരു ആനുകൂല്യം അല്ലെങ്കിൽ ഈ ഒരു നേട്ടം മരിച്ചാലും മരിക്കാതെ ജീവിക്കുന്ന ഗ്രൂപ്പ്, മരിച്ചാലും റബ്ബിങ്കൽ ജീവിക്കുകയും റബ്ബിങ്കൽ നിന്നുള്ള വിഭവങ്ങൾ ഭക്ഷണങ്ങൾ ലഭിക്കുകയും ചെയ്യുന്ന നേട്ടം കേവലം രണാങ്കണത്തിൽ വെട്ടുകൊണ്ട് പിടഞ്ഞു മരിച്ച മനുഷ്യന് മാത്രമാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. രണാങ്കണത്തിൽ മരിച്ചു വീണ യുദ്ധക്കളത്തിൽ ഷഹീദായ ആൾക്ക് മാത്രമാണ് ഈ നേട്ടമുള്ളത് എന്ന് നിങ്ങൾ ആരും തന്നെ തെറ്റിദ്ധരിക്കണ്ട. ശുഹദാക്കളെക്കാൾ ഉന്നതമായ തലങ്ങളിലാണ് അല്ലാഹുവിനെ സ്നേഹിച്ച് ജീവിച്ച് മരിച്ചുപോയ ആരിഫുകൾ. എന്ത്? ശുഹദാക്കളെക്കാൾ ഒന്നാം റാങ്കിലാണുള്ളത് അല്ലാഹുവിനെ അറിഞ്ഞ് സ്നേഹിച്ച് ജീവിച്ച് മരിച്ചുപോയ ആരിഫുകൾ. എന്തുകൊണ്ട്? ഫഇന്ന ലിൽആരിഫി ബികുല്ലി നഫസിൻ ദറജത്തു അൽഫി ഷഹീദ്. അല്ലാഹുവിനെ അറിഞ്ഞ് സ്നേഹിച്ച് ജീവിച്ച് മരിച്ചുപോയ മനുഷ്യന്മാർ ഫഇന്ന ലിൽആരിഫി ബികുല്ലി നഫസിൻ, അവരുടെ ശ്വാസോച്ഛ്വാസങ്ങൾ കൊണ്ട്, അവരുടെ ശ്വാസമയക്കൽ കൊണ്ട് അവർ നേടിയെടുക്കുന്നത് എന്താണെന്നറിയോ? ദറജത്തു അൽഫി ഷഹീദ്, 1000 രക്തസാക്ഷിയുടെ നേട്ടമാണ്, 1000 ശുഹദാക്കളുടെ റാങ്കാണ്, 1000 ശുഹദാക്കളുടെ നേട്ടവും പ്രതിഫലങ്ങളുമാണ്. 1000 ഷഹീദിന്റെ ഫലത്തിൽ 1000 ഷഹീദിന്റെ റാങ്കിലുള്ള മനുഷ്യൻ, അള്ളാഹുവിനെ സ്നേഹിച്ച് മരിച്ചുപോയ ആളുകൾ, എങ്ങനെ അവരത് ആർജിച്ചെടുത്തു? ഷഹീദിനെ സംബന്ധിച്ചിടത്തോളം രണാങ്കണത്തിലെ ദുർബലമായ നിമിഷങ്ങൾ പോരാടി രക്തസാക്ഷിയായാൽ മതി. എന്നാൽ ഈ ആരിഫുണ്ടല്ലോ, ബികുല്ലി നഫസിൻ ദറജത്തു അൽഫി ഷഹീദ്, അവന്റെ ഓരോ ശ്വാസങ്ങളിലൂടെയും അവൻ നേടിയെടുക്കുന്നത് ശുഹദാക്കളുടെ ഉന്നതമായ പദവികളാണ് അവൻ ആർജിക്കുന്നത്. എങ്ങനെ? ശ്വാസം കൊണ്ട് രക്തസാക്ഷിയുടെ. തസവുഫിന്റെ ഇമാമുകൾ പഠിപ്പിക്കുന്നുണ്ട്, അല്ലാഹുവിന്റെ ആരിഫുകളായ ഇഷ്ടദാസന്മാർ അവരുടെ ശ്വാസം തന്നെ ദിക്റായി മാറും. അല്ലാഹ് അല്ലാഹ് എന്നിങ്ങനെയുള്ള ദിക്റായി അവരുടെ ശ്വാസം മാറും. അതിനുള്ള പരിശീലനം ആരിഫുകൾ അവരുടെ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. അംഫാസിയായ ദിക്ർ. അംഫാസിയായ ദിക്ർ എന്ന് പറഞ്ഞാൽ ശ്വാസത്തിലൂടെ നടത്തുന്ന ദിക്ർ. ഇതിലൂടെ ഓരോ ശ്വാസവും ദിക്റുള്ളയാക്കി മാറ്റാനുള്ള ട്രെയിനിങ് ആണ് അവർക്ക് ലഭിക്കുന്നത്. ഈ ട്രെയിനിങ് ആർജിച്ച് അവന്റെ ജീവിതത്തിൽ അവൻ ജീവിച്ചു കൊണ്ടിരിക്കുന്ന കാലമത്രയും ശ്വസിച്ചുകൊണ്ടിരിക്കുന്ന സമയമത്രയും അവൻ ശുഹദാക്കളുടെ പദവികൾ കൂടുതലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അൽഫു ദറജത്തി ഷഹീദ്, 1000 രക്തസാക്ഷിയുടെ സ്ഥാനത്തേക്ക് അവൻ കയറിപ്പോവുകയാണ്. ഇത് വെറുതെയല്ല ആരിഫ് മഹാന്മാരായ അയിമ്മത്ത് പറയുന്നത്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ പഠിപ്പിക്കുന്നു, ഇന്ന ഷഹീദ യതമന്നാ ഫിൽ ആഖിറ അൻ യുറദ്ദ ഇല ദുനിയാ ഫയുഖ്തല മറത്തൻ ഉഖ്റാ. ഒരു ഷഹീദ് അല്ലാഹുവിന്റെ സന്നിധിയിലേക്ക് യാത്ര പോയി കഴിഞ്ഞാൽ ആ ഷഹീദ് കൊതിക്കുന്നത് ഫയതമന്നാ അൻ യുറദ്ദ ഇല ദുനിയാ, ദുനിയാവിലേക്ക് ഒരു മടക്കം കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആ ഷഹീദ് കൊതിക്കും. എന്തിനാ ദുനിയാവിലേക്കൊരു മടങ്ങിപ്പോക്ക്? ഫയുഖ്തല മറത്തൻ ഉഖ്റാ, ഒരു തവണ കൂടെ രക്തസാക്ഷിയാകാൻ വേണ്ടി ദുനിയാവിലേക്കൊന്നു തിരിച്ചു പോക്ക് സാധ്യമായിരുന്നെങ്കിൽ എന്ന് രക്തസാക്ഷി കൊതിക്കും. എന്തേ ഷഹീദ് അങ്ങനെ കൊതിക്കാൻ കാരണം? ലിഇളമി മാ യറാഹു മിൻ സവാബി ശുഹദാ, ശുഹദാക്കൾക്ക് അല്ലാഹു അവിടെ ഒരുക്കി വെച്ച് അവർക്ക് നൽകിയിരിക്കുന്ന പ്രതിഫലത്തിന്റെ മാഹാത്മ്യം കണ്ടിട്ട്
പുതിയ രക്തസാക്ഷി കൊതിക്കുന്നത് ഒന്നുകൂടെ ദുനിയാവിലേക്ക് മടങ്ങിപ്പോയിട്ട് ഒരിക്കൽ കൂടെ ഷഹീദായി തിരിച്ചു വന്നെങ്കിൽ എന്ന് ഷഹീദ് കൊതിക്കുകയാണ്. പുതിയ ഷഹീദ് കൊതിക്കുകയാണ്. മുമ്പ് ശുഹദാക്കളായി അള്ളാഹുവിന്റെ സന്നിധിയിലെത്തിയ ആ ധീര രക്തസാക്ഷികൾക്ക് അള്ളാഹു ഒരുക്കിക്കൊടുത്ത വിഭവങ്ങൾ, അള്ളാഹുവിന്റെ അടുക്കലുള്ള സ്ഥാനമാനങ്ങൾ പുതിയ രക്തസാക്ഷി കാണുമ്പോൾ അദ്ദേഹം കൊതിക്കുന്നത് ഒന്നുകൂടെ മടങ്ങിപ്പോയി പടവെട്ടി ഷഹീദായി രണ്ടാമത് തിരിച്ചു വന്നെങ്കിൽ. എന്നാൽ അള്ളാഹുവിന്റെ സന്നിധിയിലുള്ള ശുഹദാക്കൾ കൊതിക്കുന്നത് എന്താ? നിലവിലുള്ള അവരുടെ സ്ഥാനമാനങ്ങളെല്ലാം അനുഭവിക്കുന്നതോടൊപ്പം ആസ്വദിക്കുന്നതോടൊപ്പം അള്ളാഹുവിന്റെ സന്നിധിയിലുള്ള ശുഹദാക്കൾ കൊതിക്കുന്നത് വഅന്ന ശുഹദാഅ യതമന്നൗന ലൗ കാനൂ ഉലമാ ലിമാ യറൗനഹു മിൻ ഉലൂവി ദറജത്തിൽ ഉലമാ. അവിടെയുള്ള ശുഹദാക്കൾ കൊതിക്കുന്നത് ഭൂമിയിലേക്ക് മടങ്ങി വരാനല്ല, പുതിയ ഷഹീദ് മടങ്ങിവരവും വീണ്ടും ഒരു യുദ്ധവും രക്തസാക്ഷ്യവും കൊതിക്കുമ്പോ അള്ളാഹുവിന്റെ സന്നിധിയിലുള്ള ഒരുപാട് ശുഹദാക്കൾ അവർ കൊതിക്കുന്നത് പടച്ചോനെ, ദുന്യാവിലെ ജീവിതത്തിൽ ഷഹാദത്തിനു പകരം രണാങ്കണത്തിൽ പടവെട്ടി ഇങ്ങനെ ഇങ്ങോട്ട് വരുന്നതിനു പകരം ലൗകാനോ ഉലമാ, അള്ളാഹുവിനെ അറിഞ്ഞ് സ്നേഹിക്കുന്ന ആരിഫുകളുടെ ഗണത്തിൽ ഞങ്ങളും പെട്ടിരുന്നെങ്കിൽ എന്നാണ് അവർ കൊതിക്കുന്നത്. എന്തുകൊണ്ട്? ലിമാ യറൗനഹു മിൻ ഉലുവി ദറജത്തിൽ ഉലമാ, അള്ളാഹു അവനെ അറിഞ്ഞ് സ്നേഹിച്ച് ജീവിച്ച് മരിച്ചു വന്ന ആളുകൾക്ക്, അതേ ആരിഫുകൾക്ക്, അതേ ജ്ഞാനികൾക്ക് ഒരുക്കിക്കൊടുത്ത ആ സ്ഥാനങ്ങൾ കണ്ടിട്ട് ശുഹദാക്കൾ പോലും അവരുടെ സ്ഥാനമാണ് കൊതിക്കുന്നത്. അതുകൊണ്ട് ഒന്നാം റാങ്ക് ആരിഫീങ്ങൾക്കാണ്, അള്ളാഹുവിനെ സ്നേഹിച്ച് ജീവിക്കുന്ന ആളുകൾക്കാണ് ഒന്നാമത്തെ റാങ്ക്. പ്രിയപ്പെട്ടവരെ, നമുക്കത് വേണ്ടേ? ദുന്യാവിലെ സുഖസൗകര്യങ്ങൾക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന ഞാനും നിങ്ങളും ആഖിറത്തിലെ പുരോഗതിക്ക് വേണ്ടിയും കഠിനാധ്വാനം ചെയ്യേണ്ടവരല്ലേ? അതുകൊണ്ട് ആ ശുഹദാക്കളെക്കാൾ ഉന്നതമായ റാങ്കിലുള്ള ഒരു മരണം നമുക്ക് വേണ്ടേ? ആ മരണം ഉണ്ടാകണമെങ്കിൽ അള്ളാഹുവിനെ അറിഞ്ഞ് സ്നേഹിച്ച് ജീവിക്കണം ഈ ലോകത്ത്. മഹാനായ വിശ്വപ്രസിദ്ധ ജ്ഞാനിയായ അള്ളാഹുവിന്റെ വലിമാരുടെ കൂട്ടത്തിലെ പ്രധാനിയായ ഒരുപാട് ആളുകളെ തൗഹീദിന്റെ വെളിച്ചത്തിലേക്ക് കൈപ്പിടിച്ച് കൊണ്ടുവന്ന ലോകപ്രസിദ്ധ ജ്ഞാനിയായ മഅറൂഫുൽ ഖർഖി റഹിമഹുല്ലയോട് ചില സഹോദരന്മാർ ചോദിച്ചു, സുഇല മഅറൂഫുൽ ഖർഖി അയ്യു ശൈഇൻ ഹാജക ഇലൽ ഇബാദ വൽ ഇൻഖിതാഇ അനിൽ ഖൽഖി. മഅറൂഫുൽ ഖർഖി എന്ന് പേരുള്ള ജ്ഞാനിയോട് അദ്ദേഹത്തിന്റെ ചില സഹോദരന്മാർ ചോദിച്ചു, അല്ലയോ മഹാത്മാവേ, അയ്യു ശൈഇൻ ഹാജക ഇലൽ ഇബാദ വൽ ഇൻഖിതാഇ അനിൽ ഖൽഖി, നിങ്ങൾക്ക് എങ്ങനെ സാധിച്ചു സൃഷ്ടിലോകത്തെ മുഴുവൻ കൈയൊഴിച്ചുകൊണ്ട് കൈവെടിഞ്ഞുകൊണ്ട് ദുനിയാവിനെ പൂർണ്ണമായി മൂന്നും ചൊല്ലി ത്വലാഖ് ചൊല്ലിക്കൊണ്ട് പിരിച്ചു കളഞ്ഞുകൊണ്ട് സൃഷ്ടാവിലേക്ക് അങ്ങ് മാനസികമായി പ്രയാണം നടത്തിയിരിക്കുന്നു? അയ്യു ശൈഇൻ ഹാജക ഇലൽ ഇബാദ വൽ ഇൻഖിതാഇ അനിൽ ഖൽഖ്, അങ്ങേക്ക് എങ്ങനെ സാധിച്ചു ഇതിന്? ഞങ്ങളൊക്കെ ദുനിയാവിൽ ജീവിക്കുമ്പോൾ ഒരു 5 നേരത്തെ നമസ്കാരത്തിലെ ചുരുങ്ങിയ സമയം പോലും പടച്ചോന്റെ മുന്നിൽ നിൽക്കാൻ ഞങ്ങൾക്ക് പറ്റണില്ല. ഇതാണല്ലോ സാധാരണ നമ്മുടെ അവസ്ഥ, അല്ലേ? എത്ര സമയം? 24 മണിക്കൂറിന്റെ ടോട്ടൽ കൂട്ടുമ്പോൾ ഈ 5 വക്ത് കൂടെ ഒരു അരമണിക്കൂർ സമയം ഉണ്ടാവും, അത്രയല്ലേ ഉണ്ടാവുള്ളൂ. ഈ 24 മണിക്കൂറിലെ 23.5 മണിക്കൂർ എങ്ങോട്ടെങ്കിലും പോകട്ടെ, ഈ അരമണിക്കൂർ പോലും പടച്ചോന്റെ മുന്നിൽ ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റുന്നില്ല. എങ്കിൽ അങ്ങാണെങ്കിൽ മഹാത്മാവേ, അങ്ങ് സദാ സൃഷ്ടാവിലേക്കാണല്ലോ തിരിഞ്ഞു നോക്കുന്നത്, സൃഷ്ടിലോകത്തേക്ക് അങ്ങ് നോക്കുന്നില്ലല്ലോ. എങ്ങനെ സാധിച്ചു, എങ്ങനെ കൈവരിച്ചു, എങ്ങനെ ഉണ്ടാക്കിയെടുത്തു ഈ ഒരു ഹിമ്മത്ത്, മനക്കരുത്ത്, ഈമാൻ എന്ന് അക്കാലത്തുള്ള മുഅ്മിനീങ്ങൾ മഅറൂഫുൽ ഖർഖി എന്ന് പേരുള്ള ജ്ഞാനിയോട് ചോദിച്ചപ്പോ ഫസകത, മഹാത്മാവൊന്നും മിണ്ടിയില്ല, അതിന് മറുപടിയില്ല.
എങ്ങനെ സാധിച്ചെടുത്തു ഈ നിലവാരത്തിലെത്താൻ, എങ്ങനെ അങ്ങേക്ക് സാധിച്ചു എന്ന് ചോദിച്ചപ്പോൾ ഫസക്കത്ത, അദ്ദേഹം മിണ്ടുന്നില്ല. ചോദ്യകർത്താവ് പല വിധത്തിലായിട്ട് ചോദിക്കുകയാണ്. ഖാല ദിക്റുൽ മൗത്ത്, മരണം ഓർത്തത് കൊണ്ടാണോ അങ്ങേക്ക് ഈ നിലവാരത്തിലെത്താൻ പറ്റിയത്? എപ്പോഴും അല്ലാഹുവിലേക്ക് തിരിഞ്ഞു നിൽക്കുന്ന ഈ അവസ്ഥ കിട്ടിയത് ദിക്റുൽ മൗത്ത്, മരണം ഓർത്തിട്ടാണോ? ഫഖാല അയ്യു ശൈഇന്നൽ മൗത്ത്, എന്തു മരണം? ഇത് കേട്ടാ തോന്നുന്നു അദ്ദേഹത്തിന് തീരെ ഈമാൻ ഇല്ല അല്ലേ? എന്തു മരണം? അതൊന്നുമല്ല, എനിക്കല്ലാഹു ഈ പദവിയിൽ എന്നെ അല്ല എത്തിച്ചത് മരണമോർത്തത് കൊണ്ടല്ല. ചോദ്യകർത്താവിന്റെ അടുത്ത ചോദ്യം, ദിക്റുൽ ഖബരി വൽ ബർസഖി, ഖബർ ജീവിതമോർത്തിട്ടാണോ അങ്ങേക്ക് ഇങ്ങനെ സാധിച്ചത്? ഫഖാല അയ്യു ശൈഇന്നൽ ഖബർ, എന്ത് ഖബർ? എന്ത് ഖബർ? അത് ഓർത്തിട്ടൊന്നും എനിക്ക് ഇങ്ങോട്ട് എത്താൻ പറ്റിയിട്ടില്ല. ഫഖാല ഖൗഫുൻ നാർ വറജാഉൽ ജന്ന, നരകത്തെ ഭയന്നിട്ടും സ്വർഗത്തിൽ പ്രതീക്ഷയർപ്പിച്ചും കൊണ്ടാണോ അങ്ങേക്ക് ഈ സ്ഥാനത്തെത്താൻ പറ്റിയത്? നരകം പേടിച്ച് സ്വർഗം പ്രതീക്ഷിച്ച് അങ്ങനെ നിലകൊണ്ടത് കൊണ്ടാണോ അങ്ങേക്ക് ഈ ഉന്നതമായ തലത്തിലെത്താൻ സാധിച്ചത്? ഫഖാല അയ്യു ശൈഇൻ ഹാദാ, എന്ത് സ്വർഗ നരകം? തുടർന്ന് ആ മഹാത്മാവ് ചോദിച്ച ആളുകളോടായി പറഞ്ഞു, എങ്കിൽ നിങ്ങൾ അറിയണം, നിങ്ങൾ ഈ ചോദിച്ച കാര്യങ്ങളോ കാരണങ്ങളോ ഒന്നുമല്ല. എനിക്ക് ഈ ഒരു ഖുശൂഉം ഹുദൂറും കിട്ടിയത്, മനസാന്നിധ്യം കിട്ടിയത്, ഭയഭക്തി കിട്ടിയത് മരണമോർത്തിട്ടല്ല, ഖബർ ഓർത്തിട്ടല്ല, സ്വർഗ നരകങ്ങൾ ഓർത്തിട്ടല്ല. എങ്കിൽ പിന്നെ എന്താ? ഇന്ന മലികൻ ഹാദാ കുല്ലുഹു ബിയദിഹി, ഒരു രാജാവുണ്ട്, ഒരു രാജാവുണ്ട്, ഒരു പരമാധികാരിയുണ്ട്. ഹാദാ കുല്ലുഹു ബിയദിഹി, നിങ്ങൾ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അവന്റെ കയ്യിലാണ്, ജീവിതം അവന്റെ കയ്യിലാണ്. കോടാനുകോടി മനുഷ്യന്മാരുടെ എന്ന് വേണ്ട ജീവജാലങ്ങളുടെ ജീവിതം അവന്റെ കയ്യിലാണ്, മരണം അവന്റെ കയ്യിലാണ്, ഖബർ ജീവിതം അവന്റെ കയ്യിലാണ്, സ്വർഗനരകങ്ങൾ അവന്റെ ഖബലത്തിലാണ്, അവന്റെ പിടിയിലാണ്. ഇങ്ങനെയുള്ള ഒരു രാജാവുണ്ട്. ഇൻ അഹ്ബബ്തഹു, എല്ലാം പടച്ച് പരിപാലിക്കുന്ന ആ രാജാവിനെ നീ സ്നേഹിച്ചാൽ, അൻസാക ജമീഅ ഹാദാ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിനക്ക് മറന്നു പോകും, നിന്റെ ഓർമ്മയിൽ തന്നെ ഉണ്ടാവുകയില്ല. പിന്നെ എന്ത് മരണം? മരണം ഓർമ്മ ഉണ്ടാവില്ല, ഖബർ ഓർമ്മ ഉണ്ടാവില്ല. എന്തേ ഓർമ്മ ഉണ്ടാകൂ? ഈ രാജാവിനെ കുറിച്ചേ ഓർമ്മ ഉണ്ടാകുള്ളൂ. ഈ രാജാവും നീയും തമ്മിൽ ജ്ഞാനത്തിന്റെ ബന്ധമുണ്ടെങ്കിൽ, അറിവിന്റെ ബന്ധമുണ്ടെങ്കിൽ, സ്നേഹത്തിന്റെ ബന്ധമുണ്ടെങ്കിൽ, കഫാക ജമീഅ ഹാദാ, നിനക്കെല്ലാത്തിനും അതു മതി. ഏതു മതി? ആ സ്നേഹബന്ധം മതി. പിന്നെ നീ ഖബറിൽ പേടിക്കണ്ട, അവിടെ ഒറ്റക്ക് കിടക്കേണ്ടി വരൂല. പിന്നെ മരണനേരത്തെ ഓർത്ത് നിനക്ക് ഭീതി വേണ്ട. പിന്നെ നരകശിക്ഷയെ ഓർത്തിട്ട് നീ പേടിക്കേണ്ടതില്ല. വഇൻകാനത്ത് ബൈനക വബൈനഹു മഅരിഫത്തുൻ, നിന്റെ ഉടമസ്ഥനായ സൃഷ്ടികർത്താവായ യജമാനനായ മാലിക്കുൽ മുലൂക്കായ രാജാതിരാജനായ റബ്ബും നീയും തമ്മിൽ മഅരിഫത്തിന്റെ, മഹബ്ബത്തിന്റെ, സ്നേഹത്തിന്റെ ബന്ധമുണ്ടെങ്കിൽ കഫാക ജമീഅ ഹാദാ, എല്ലാത്തിനും പിന്നെ അതു മതി. പിന്നെ സ്വർഗം ഓർത്തിട്ട് പ്രതീക്ഷിച്ചിട്ട് നിലകൊള്ളുകയോ, നരകം പേടിച്ച് ഭീതിയിൽ കഴിയുകയോ, മരണമോർത്തിട്ട് നന്നാകുകയോ ചെയ്യേണ്ട ഗതികേടുണ്ടാവൂല. കാരണം അതിലൊക്കെ ഉന്നതമായ ഒരു തലത്തിലും ഈമാനിലായിരിക്കും മനുഷ്യനുണ്ടാകുക എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ ഒരു മഖാമുണ്ട്. ഞാനും നിങ്ങളും അങ്ങോട്ട് എത്തിയിട്ടില്ലെങ്കിലും എത്തിയ ആളുകളെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും മിനിമം നമുക്കെല്ലാവർക്കും സാധിക്കണം. തസവുഫിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം, ഒരു ആരിഫായ ഈ ഗണത്തിൽപ്പെട്ട ഒരു മനുഷ്യൻ മരിച്ചു പോയപ്പോൾ അള്ളാഹു ഖബറിലേക്ക് സ്വർഗത്തിന്റെ വാതിൽ തുറന്നു കൊടുത്തപ്പോൾ അദ്ദേഹം സങ്കടത്തോടെ റബ്ബിനോട് ആവലാതി പറയുകയാണ്, പടച്ചോനെ, നീ എന്ത് പണിയാ ചെയ്തത്? എൻ്റെ അധ്വാനം ഇതിനായിരുന്നില്ലല്ലോ, ഈ സ്വർഗത്തിന് വേണ്ടിയല്ലല്ലോ ഞാൻ പരിശ്രമിച്ചത്. അത് സൃഷ്ടിയല്ലേ, സ്വർഗം സൃഷ്ടിയല്ലേ?
സൃഷ്ടിക്ക് വേണ്ടി ഞാൻ അധ്വാനിച്ചിട്ടില്ല, സൃഷ്ടിക്ക് വേണ്ടി ഞാൻ ആശിച്ചിട്ടുമില്ല. സ്വർഗം നിന്റെ സൃഷ്ടിയാണ്. ഞാൻ തേടി നടന്നത്, ഞാൻ അന്വേഷിച്ചത്, ഞാൻ ആശിച്ചത് സൃഷ്ടാവായ നിന്നെയാണ്. അതുകൊണ്ട് നിന്റെ ലിഖാ ആണ് എനിക്ക് വേണ്ടത്, നിന്റെ ദർശനമാണ് എനിക്ക് വേണ്ടത്. അള്ളാഹു അതിനുള്ള ചാൻസ് കൊടുത്തപ്പോഴാണ് ആ ആരിഫിന് സമാധാനം ലഭിച്ചത് എന്ന് തസവുഫിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാമിന്റെ തത്വോപദേശങ്ങളിൽ കാണാം. അള്ളാഹുവിന്റെ ചില ഇഷ്ടദാസന്മാരായ ആളുകൾ അവരുടെ ലക്ഷ്യം അള്ളാഹു മാത്രമായിരിക്കും. ആ ലക്ഷ്യത്തിലേക്കായിരിക്കും അവരുടെ പ്രയാണം. ആ ലക്ഷ്യത്തിലേക്ക് അവർ യാത്ര തുടരുമ്പോ അതിനിടയ്ക്ക് കിട്ടുന്ന അതല്ലാത്തത് എന്ത് കിട്ടിയാലും അവർ സംതൃപ്തരാവുകയില്ല. അവർക്കൊന്നേ ഒന്ന് സൃഷ്ടാവ്. ഇങ്ങനെയുള്ള ഇഷ്ടദാസന്മാർ അള്ളാഹുവിനുണ്ട് എന്ന് ഈസാ അലൈഹിസ്സലാമിന്റെ തത്വോപദേശങ്ങളിൽ കാണാം. ഇതൊക്കെ പറയുമ്പോൾ ഒരു സംശയമുണ്ടായേക്കാം. അള്ളാഹുവിനെ കാണുന്നതും ആ ലിഖാഇന്റെ പരമാനന്ദം ആസ്വദിക്കുന്നതും മരണാനന്തരം പരലോകത്തല്ലേ? മരിച്ചുപോയിട്ട് പരലോകത്തല്ലേ ഈ ചാൻസ് കിട്ടുക? ശരിയാണ്, മറയില്ലാതെ, ഒരു മറയുമില്ലാതെ നേർക്ക് നേർ കണ്ണുകൊണ്ട് അള്ളാഹുവിനെ കാണാനും ആ കാണുമ്പോഴുണ്ടാകുന്ന സന്തോഷം അത് ഏറ്റവും വലിയ സന്തോഷമാണ്. ഒരു സ്വർഗത്തിലും കിടന്നാൽ കിട്ടാത്ത, ഒരു സ്വർഗീയ വിഭവവും ആസ്വദിച്ചാൽ അനുഭവിച്ചാൽ കിട്ടാത്ത സന്തോഷമായിരിക്കും അള്ളാഹുവിന്റെ ആ വജ്ഹിലേക്കുള്ള നോട്ടം കൊണ്ട് മുഅ്മിനായ മനുഷ്യനുണ്ടാവുക. അതിലേറെ വലിയ ഒരു നേട്ടവും സന്തോഷവും മുഅ്മിനിന് ലഭിക്കാനില്ല. മറയില്ലാതെ അള്ളാഹുവിനെ കാണാൻ സാധിക്കുന്നത് മരണാനന്തരം പരലോകത്ത് തന്നെ. പക്ഷേ വഖദ് തഅജ്ജല ബഅദു ഹാദിഹിൽ ലല്ലാത്തി ഫിദ്ദുനിയാ, അതിന്റെ ചില സാമ്പിളുകൾ അല്ലെങ്കിൽ ആ പരമാനന്ദത്തിന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് അവസ്ഥ, അല്ലെങ്കിൽ ആ പരമാനന്ദത്തിൽ നിന്ന് ചെറിയ ഒരു ശതമാനം ചില ആളുകൾക്ക് ദുന്യാവിൽ നിന്നു തന്നെ കിട്ടുന്നതാണ്. ആരാണ് ആ ആളുകൾ? ലിമനിന്തഹാ സഫാഉ ഖൽബിഹി ഇലൽ ഗായതി, ഹൃദയത്തിന്റെ തെളിച്ചം, നല്ല തെളിച്ചമുള്ള ആളുകൾക്ക് അതിൽ നിന്ന് ചിലതൊക്കെ ദുന്യാവിലും കിട്ടും. ഏതിൽ നിന്ന് ചിലത്? മരിച്ചു ചെന്ന് മുഅ്മിനീങ്ങൾ, അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായ വിശ്വാസികൾ അള്ളാഹുവിലേക്ക് നോക്കി സന്തോഷിക്കുന്ന ഒരു വേള വരുന്നുണ്ട്. ആ അവസ്ഥയുടെ ഒരു ചെറിയ ഭാഗം ദുനിയാവിൽ വെച്ച് തന്നെ ചില ആളുകൾക്ക് ലഭിക്കും. അവിടെ കണ്ണുകൊണ്ടാണ് കാണുന്നതെങ്കിൽ ഇവിടെ ഖൽബ് കൊണ്ടാണ് റബ്ബുമായി സംവദിക്കുന്നത്, ബന്ധപ്പെടുന്നത്. ആർക്കാ ഇത് കിട്ടുന്നത്? ലിമനിന്തഹാ സഫാഉ ഖൽബിഹി ഇലൽ ഗായ, ഹൃദയം പരിശുദ്ധമായി ഹൃദയത്തിന് നല്ല തെളിച്ചമുള്ള ആളുകൾക്ക് ഇവിടെ തന്നെ ആ സായുജ്യം ലഭിക്കുമെന്ന് ജ്ഞാനികൾ പറഞ്ഞു തരുന്നു. വലിദാലിക ഖാല ബഅലുഹും, ഈ ഗണത്തിൽപ്പെട്ട ചില ആളുകളുടെ വാക്ക്. ഒരു ജ്ഞാനി പറയാ, ഇന്നി അഖൂലു യാ റബ്ബി യാ അല്ലാ, ഞാൻ റബ്ബേ എന്ന് വിളിക്കുമ്പോ, അല്ലാ എന്ന് വിളിക്കുമ്പോ, ഫഅജിദു ദാലിക അലാ ഖൽബി അസ്ഖല മിനൽ ജിബാൽ, അതെനിക്ക് വല്ലാത്ത മനപ്രയാസം, മനക്ലേശം. എന്ത്? അല്ലാഹ് റബ്ബേ എന്ന് ഞാൻ വിളിക്കുമ്പോ ഫഅജിദു ദാലിക അലാ ഖൽബി, എനിക്ക് വല്ലാത്ത മനപ്രയാസം. എന്തേ? ഈമാനില്ലാത്തതുകൊണ്ടാണോ? അല്ല. എത്രമാത്രം പ്രയാസമെന്നറിയോ? ഒരു പർവ്വതം എടുത്തെന്റെ തലയിൽ വെക്കുന്നത് പോലെ, അസ്ഖല മിനൽ ജിബാൽ, ഒരു പർവ്വതം എന്നോട് ചുമക്കാൻ പറഞ്ഞതുപോലെ എനിക്ക് ബുദ്ധിമുട്ടായി, പ്രയാസമായി തോന്നുന്നു റബ്ബേ, അല്ലാ എന്ന് ഞാൻ വിളിക്കുന്നത്. അതെന്തേ പറ്റിയത്? ലി അന്നന്നിദാ യകൂനു മിൻ വറാഇ ഹിജാബ്, ഈ വിളിക്കുക എന്ന് പറഞ്ഞത് മറയുടെ അപ്പുറത്തുള്ളവരെയല്ലേ വിളിക്കുക, അല്ലെങ്കിൽ ദൂരെയുള്ളവരെയല്ലേ വിളിക്കുക? അല്ലേ? മറയുടെ അപ്പുറത്തുള്ളവരെയാണ് വിളിക്കേണ്ടത്, ദൂരെയുള്ളവരാണ് വിളിക്കേണ്ടത്. വഹൽ റഅയ്ത ജലീസൻ യുനാദി ജലീസഹു, അഭിമുഖമായി ഒരു സദസ്സിൽ ഒരു സ്ഥലത്തിരിക്കുന്നവർ ബഷീറേ ബഷീറേ
ബഷീറെ എന്ന് മുഖത്ത് നോക്കി പല ആവർത്തി വിളിക്കുന്നവന്റെ തലക്കെന്തോ കുഴപ്പമുണ്ട് നമ്മൾ പറയൂലേ? മുഖാമുഖം ഇങ്ങനെ ഒരു സദസ്സിലിരുന്നിട്ട് വിളിക്കുന്ന ആളുകളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വഹൽ റഅയ്ത ജലീസൻ യുനാദി ജലീസഹു, എന്റെ തമ്പുരാൻ എന്റെ അടുത്ത് എന്നല്ല അള്ളാഹ് എന്നോട് പറഞ്ഞത്, എന്നിൽ തന്നെയാണ് എന്നാണ് ഖുർആൻ പറഞ്ഞത്. എന്നിൽ തന്നെ നിലകൊള്ളുന്ന ആ റബ്ബിനെ ഞാൻ വിളിക്കുന്നത് എനിക്ക് പ്രയാസമായി തോന്നുന്നു എന്ന് ഈ ഗണത്തിലുള്ള ഒരു ആരിഫ് പറയുന്നു. ഖുർആൻ അതല്ല പറഞ്ഞത്? വലഖദ് ഖലഖ്നൽ ഇൻസാൻ വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സു വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. സൂറത്ത് ഖാഫിന്റെ 16-ാം ആയത്ത്. വലഖദ് ഖലഖ്നൽ ഇൻസാൻ, നിശ്ചയം മനുഷ്യനെ നാം പടച്ചിരിക്കുന്നു. പടക്കുക മാത്രമല്ല, വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സു, അവന്റെ മനസ്സിൽ വരുന്ന ചിന്തകൾ, അവന്റെ മനസ്സിൽ വരുന്ന തോന്നലുകൾ എല്ലാം ഞാൻ അറിഞ്ഞുകൊണ്ടാകുന്നു. അവന്റെ മനസ്സിലുണ്ടാകുന്ന വസ്വാസുകൾ, തോന്നലുകൾ ഞാൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്തിനധികം, വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്, അവന്റെ കഴുത്തിലൂടെ ഓടുന്ന അവന്റെ കണ്ഠനാടിയേക്കാൾ അവനിലേക്ക് ഞാൻ അടുത്തവനാകുന്നു. സൂറത്തുൽ വാഖിഅയുടെ 85-ാമത്തെ ആയത്തിൽ കാണാം, വേറൊരു ഭാഷയിൽ അല്ലാഹു ഈ ആശയം പഠിപ്പിക്കുന്നു. വനഹ്നു അഖ്റബു ഇലൈഹി മിൻകും വലാകിൻ ലാ തുബ്സിറൂൻ. നിങ്ങളൊക്കെ ഒരു സദസ്സിൽ ഇങ്ങനെ ഒട്ടിച്ചേർന്ന് ഇരിക്കുകയാണെങ്കിൽ, നിങ്ങൾ അന്യോന്യമുള്ള അടുപ്പത്തിനേക്കാൾ വനഹ്നു അഖ്റബു മിൻകും ഇലൈഹി മിൻകും, നിങ്ങൾ പരസ്പരം ചേർന്നിരിക്കുന്നതിനേക്കാൾ നിങ്ങളോട് ഏറ്റവും അടുത്തവൻ ഞാനാണ്. പക്ഷേ വലാകിൻ ലാ തുബ്സിറൂൻ, നിങ്ങൾക്കത് കാണാനുള്ള കണ്ണില്ല, എന്റെ സാന്നിധ്യം അറിയാനുള്ള ഖൽബും നിങ്ങൾക്ക് കൂടുതൽ ആളുകൾക്കില്ല. വലാകിൻ ലാ തുബ്സിറൂൻ, നിങ്ങൾക്ക് ഉൾക്കാഴ്ചയില്ല, നിങ്ങൾക്കത് കാണാൻ പറ്റുന്നില്ല. എന്റെ സാന്നിധ്യം ഉണ്ടോ? ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ നമ്മോടൊപ്പമുണ്ട്, നമുക്കത് കാണാൻ പറ്റിയിട്ടുണ്ടോ? നിങ്ങൾക്ക് കാണാൻ പറ്റിയാലും ഇല്ലെങ്കിലും യാഥാർത്ഥ്യം ഞാൻ നിങ്ങളിൽ തന്നെയാണ് എന്നതാണ്. ഈ ആരിഫ് പറയുന്നു, എന്നോടൊപ്പമുള്ള എന്റെ നാഥനെ റബ്ബേ അല്ലാ എന്ന് വിളിക്കുന്നത് ഏറ്റവും വലിയ വിഡ്ഢിത്തമായി എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഇനി നാളെ തൊട്ട് അള്ളാനുള്ള വിളി നമ്മൾ നിർത്തിവെക്കണ്ടോ. ഈമാനിന്റെ ഉന്നതമായ തലങ്ങളിൽ ഒന്നാണ് ഇത്. പഠിക്കാൻ വേണ്ടി ആ നിലവാരത്തിലെത്തുമ്പോൾ വിളി ചിലപ്പോൾ നമ്മൾ നിർത്തും. കാരണം എപ്പോഴും അള്ളാഹുവിലേക്ക് നോക്കുമ്പോൾ പിന്നെ എന്തിനാ വിളിക്കണേ? നമ്മൾ അള്ളാഹുവിലേക്ക് നോക്കി കിട്ടണില്ല. അതുകൊണ്ട് ഇത് വിളിച്ചിട്ടെങ്കിലും ഒന്ന് ചിന്ത. ഈ നാവിന്റെ പ്രയോഗം ഹൃദയത്തിനെ സ്വാധീനിക്കുമോ എന്ന് നോക്കുകയാണ്. അള്ളാന്ന് കുറെ വിളിക്കുമ്പോ പഠിച്ചവരെ ഒരു ബോധമില്ലാതെ ഇത്ര നേരം നിന്നെ വിളിച്ചത് അതുകൊണ്ട് അള്ളാഹ്, ആ അവസാനത്തെ അല്ലെങ്കിലും നേരായി കിട്ടിയാലോ. സാധാരണക്കാരായ നമ്മെ സംബന്ധിച്ചിടത്തോളം വിളി വേണം. ഈ പദവിയിലെത്തിയ ആരിഫ് പറയുന്നു, എന്നിൽ നിലനിൽക്കുന്ന എന്നോടൊപ്പമുള്ള നാഥനെ വിളിക്കുന്നത് അസ്ഖല മിനൽ ജിബാൽ, ഒരു പർവ്വതം ചുമക്കുന്നതിലേറെ വഹിക്കുന്നതിലേറെ എനിക്ക് പ്രയാസമായിട്ടാണ് അനുഭവപ്പെടുന്നത്. ആരിഫിന്റെ വാക്ക്. ഈ ഒരു നിലവാരത്തിൽ ഒരു മനുഷ്യനെത്തിയ എന്താ അവസ്ഥ അറിയോ? ഇത് എപ്പോഴും അള്ളാഹുവിലേക്ക് നോക്കുന്ന നിലവാരത്തിൽ ഒരു മനുഷ്യനെത്തിയ എന്താ അവസ്ഥ? فإذا بلغ الرجل في هذا العلم الغاية, ഒരു മുഅ്മിനായ മനുഷ്യൻ ഈമാനിൽ പുരോഗമിച്ച് ഹിദായത്തിൽ ഹിദായത്തിൽ പുരോഗമനത്തിന്റെ പടവുണ്ട്. അതാണ് ഹിദായത്തിൽ എത്തിപ്പെട്ട നമ്മൾ വീണ്ടും ഹിദായത്ത് ചോദിക്കുന്നത്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന ആയത്തിന്റെ തഫ്സീറിൽ കാണാം, വിശദീകരണത്തിൽ. നിലവിൽ ഹിദായത്ത് കിട്ടിയവൻ പിന്നെന്തിനായി ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം നിർത്താനായിട്ടില്ല. ഈ ഹിദായത്തിന്റെ പടവുകൾ അനേകം നിന്റെ മുന്നിൽ ഇനിയും നിനക്ക് മുന്നേറാനുണ്ട്, ചവിട്ടി കയറി പോകാനുണ്ട്. അതുകൊണ്ട് മരണം വരെ ഹിദായത്ത് ചോദിക്കൽ നിർത്താൻ പറ്റൂല.
1000 രൂപ കയ്യിലുള്ളവൻ 1000 രൂപ താ, എൻ്റെ ആവശ്യത്തിന് ഇപ്പോൾ 1000 രൂപ ആവശ്യമുണ്ടെന്ന് പറയുന്നതിന് അർത്ഥമില്ല. നിന്റെ കയ്യിലതാ ഹയവാനെ, പിന്നെന്തിനാ നീ അത് ചോദിക്കുന്നത്? ഹിദായത്ത് അങ്ങനെയല്ല, അതിൻ്റെ ഉന്നതമായ തലങ്ങളിലേക്കുള്ള പോക്ക്. അങ്ങനെ കടന്നുപോയ ഒരു മനുഷ്യൻ ഹിദായത്തിന്റെ പടവുകൾ ചവിട്ടിക്കേറി ഈ ഉന്നതമായ തലത്തിലെത്തിയ ഒരു മനുഷ്യൻ റമാഹുൽ ഖൽഖു ബിൽ ഹിജാറ, അങ്ങനെ അവിടെ എത്തിയ മനുഷ്യനെ മാലയിട്ട് ജനങ്ങൾ സ്വീകരിക്കില്ല, ആ മനുഷ്യനെ ജനങ്ങൾ ആദരിക്കില്ല, ആ മനുഷ്യനെ ജനങ്ങൾ ബഹുമാനിക്കുകയില്ല. അവിടെ എത്തിയ മനുഷ്യൻ എന്താണ് ഉണ്ടാകുക? റമാഹുൽ ഖൽഖു ബിൽ ഹിജാറ, ഭൂമിയിലുള്ള മനുഷ്യന്മാർ ആ മനുഷ്യനെ കല്ലിനെറിയും. ഏത് മനുഷ്യനെ? ഹിദായത്തിന്റെ ഉന്നതമായ പടവുകളിലേക്ക് കേറിപ്പോയ മനുഷ്യനെ കല്ലെറിയും. ഏറ്റവും വലിയ ഹിദായത്ത്, ഏറ്റവും വലിയ ഹാദി, ഏറ്റവും വലിയ മുഹ്തദി ആരാ? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് കല്ലേറുകൊണ്ടില്ലേ? അവിടുന്ന് ഏറുകൊണ്ടില്ലേ? ഉണ്ടോ? ഈ തലത്തിലെത്തിയ മനുഷ്യനെ റമാഹുൽ ഖൽഖു ബിൽ ഹിജാറ, ഭൂമിയിലുള്ള സാധാരണക്കാരായ മനുഷ്യർ കല്ലുകൊണ്ടെറിയും. അൽ ഖൽഖു ബിൽ ഹിജാറ ഫയറൗന മാ യഖൂലുഹു, അദ്ദേഹത്തിന്റെ വാക്കിനെ ഈ ഭൂമിയിലുള്ള സാധാരണക്കാർ വിലയിരുത്തുന്നത് ജുനൂനൻ ഔ കുഫ്റാ, ഭ്രാന്ത് എന്ന് വിലയിരുത്തും. ചിലർ അത് കുഫ്റാണെന്ന് വിലയിരുത്തും. അതെ, ഔലിയാക്കളിൽ പല ഔലിയാക്കളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഈ ഔലിയാക്കളിൽ ഒരു വിഭാഗത്തിനെ കാഫിർ എന്ന് വിളിച്ചു ജനങ്ങൾ. മോശക്കാരല്ല, മുസ്ലിമീങ്ങൾ തന്നെ വിളിച്ചു കാഫിർ എന്ന്. ഹല്ലാജൽ മൻസൂർ റഹിമഹുല്ല ഔലിയാക്കളുടെ കൂട്ടത്തിൽ ഒരു പ്രധാനിയാണ്. മാലയിൽ കേട്ടിട്ടില്ലേ? ഹല്ലാജെ കൊല്ലുന്നാൾ അന്നേ ഞാനുണ്ടെങ്കിൽ ആ ഹല്ലാജൽ മൻസൂർ വധിക്കപ്പെട്ടു. ഹല്ലാജൽ മൻസൂറിന്റെ ഒരു വാക്ക്, ആ വാക്ക് കേട്ട ജനം പറഞ്ഞു അദ്ദേഹം കാഫിറായിട്ടുണ്ട്. എന്താ ഹല്ലാജ പറഞ്ഞത്? കറകളഞ്ഞ തൗഹീദിന്റെ കാതലാണ് ഹല്ലാജ് പറഞ്ഞത്. എന്താ പറഞ്ഞത്? പടച്ചോനെ എനിക്കൊരു കഴിവില്ല, പടച്ചോനെ ഞാൻ തന്നെ ഇല്ല, പടച്ചോനെ നീയല്ലാതെ ഒന്നുമില്ല, ഞാനും നീ തന്നെയല്ല റബ്ബേ. ഇത് ഫിറഔൻ പറഞ്ഞ, ഖാറൂൻ പറഞ്ഞ വാദല്ല. ഫിറഔൻ പറഞ്ഞു ഞാൻ തന്നെ റബ്ബ്, പക്ഷേ അവൻ വലിയ റബ്ബിനെ അംഗീകരിച്ചില്ല. എന്നാൽ ഹല്ലാജൽ മൻസൂറോ തന്നെ അംഗീകരിച്ചില്ല, അള്ളാനെ മാത്രം അംഗീകരിച്ചു. എന്റെ അസ്തിത്വം ഇല്ല, എന്റെ വുജൂദ്, എന്റെ നിലനിൽപ്പ്, ഒരു നിലനിൽപ്പ്, അതിനൊരു ഉണ്മയില്ല, അല്ലെങ്കിൽ സ്ഥായിയായി നിലനിൽക്കുന്നതല്ല, സ്വയം പര്യാപ്തമായി നിലനിൽക്കുന്നതല്ല ഞാൻ. പടച്ചോനെ ഞാൻ എന്ന് പറയാനുണ്ടോ? നീയല്ലേ എന്റേതെല്ലാം, എനിക്ക് ലഭിച്ചതെല്ലാം നിന്നിൽ നിന്നല്ലേ, എന്തിനധികം ഞാൻ തന്നെ നീയല്ലേ. ആ ഭാഷ ആലോചിച്ച് നോക്കൂ. എന്ന് വെച്ചാൽ ഇത് അവതാരം അല്ലെങ്കിൽ അദ്വൈതമൊന്നുമല്ല. വലിമാർ പുരോഗമിച്ചവർ ഫനാഇന്റെ തലത്തിലെത്തും. ഈ പ്രപഞ്ചത്തെ പിന്നെ അവർ നോക്കിയാൽ കാണൂല, പ്രപഞ്ചത്തിന്റെ പിറകിലുള്ള സൃഷ്ടാവിനെ അവർ കാണുള്ളൂ. അതുകൊണ്ട് എവിടെയും അവർ റബ്ബിന്റെ ഖുദ്റത്താക്കാണ്. അപ്പൊ അവരുടെ വിളി റബ്ബിനെ മാത്രമായിരിക്കും. അനൽ ഹഖ്, ഞാനല്ലാത്തത്, അല്ലാഹു അല്ലാത്ത ഞാനില്ലല്ലോ, അല്ലാഹു അല്ലാത്ത ഞാനില്ലല്ലോ, അല്ലാതെ ഇവിടെയുള്ള ഈ കാണുന്ന സൃഷ്ടി ചരാചരമെല്ലാം അള്ളാന്റെ നിഴലല്ലേ, അല്ല മാത്രല്ലേ വുജൂദ്, അള്ളാഹ്ക്ക് മാത്രല്ലേ വുജൂദ്. ഇത് തൗഹീദ്, കറകളഞ്ഞ തൗഹീദാ. ഇത് തൗഹീദിന്റെ കാതലാണ്. പക്ഷേ റമാഹുൽ ഖൽഖു ബിൽ ഹിജാറ, ആ തലത്തിലെത്താത്ത ജനങ്ങൾ അതിനെ വിലയിരുത്തിയത് ഫയറൗനഹു ജുനൂനാ, ഭ്രാന്ത് എന്ന് വിലയിരുത്തി. ഔ കുഫ്റ, അല്ലെങ്കിൽ കുഫർ എന്ന് ജനങ്ങൾ വിലയിരുത്തും. ഇങ്ങനെ ഒരു മഖാമുണ്ട്. ഈ വിഷയം നമ്മൾ എത്ര പറഞ്ഞാലും എത്ര ചർച്ച ചെയ്താലും ഈ മഹബത്തിന്റെ ഒരു ഷൗക്ക് നമുക്കുണ്ടാകുന്നില്ല. എന്താ കാരണം എന്നറിയോ? ആത്മീയ വിഷയത്തിൽ എട്ടും പൊട്ടും തിരിയാത്ത പിഞ്ചു പൈതങ്ങളാണ് നമ്മളൊക്കെ. പിച്ച വെച്ച് നടക്കാനാകാത്ത കുഞ്ഞിനെ പോലെയാണ് ആത്മീയമായ മേഖലയിൽ, ആത്മസംസ്കരണത്തിന്റെ മേഖലയിൽ ഞാനും നിങ്ങളും ഉള്ളത്. അതുകൊണ്ട് നമുക്ക് തിരിയില്ല. ഈ ആത്മസായുജ്യത്തിന്റെ, ഈ ആത്മസന്തോഷത്തിന്റെ, ആഹ്ലാദത്തിന്റെ വില നമുക്കറിയില്ല. ഈ ദുന്യാവിലെ ഭൗതികമായ സുഖസൗകര്യങ്ങളും സന്തോഷങ്ങളും മനുഷ്യന്റെ വളർച്ചക്കനുസരിച്ച് മാറുന്നുണ്ടല്ലോ അല്ലേ? മനുഷ്യന്റെ വളർച്ചക്ക് ഭൗതികമായ സന്തോഷവും
താല്പര്യവും മനുഷ്യന്റെ വളർച്ചക്കനുസരിച്ച് മാറുന്നുണ്ട്. കഴിഞ്ഞയാഴ്ച പറഞ്ഞതുപോലെ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അലദ്ദുൽ അശിയാ, അവൻ ഏറ്റവും വേണ്ടത്, അവൻ ഏറ്റവും കൊതിക്കുന്നത് ഹുവൽ ലഇബു വൽ ലഹു ഫഖത്ത്, വെറും കളി വിനോദായിരിക്കും. അതിനപ്പുറത്തേക്ക് അതിനപ്പുറത്ത് എന്തൊക്കെ സന്തോഷമുള്ള കാര്യങ്ങളുണ്ട്. ഈ പാവക്കളിയേക്കാൾ സന്തോഷകരമായ സൗകര്യപ്രദമായ എന്തൊക്കെ തലങ്ങളും സൗകര്യങ്ങളും ഈ ദുനിയാവിൽ അല്ലാഹ് പടച്ചു വെച്ചിട്ടുണ്ട്. പക്ഷേ കുട്ടിക്കത് ഉൾക്കൊള്ളാനോ അത് അനുഭവിക്കാനോ ആ കുഞ്ഞിനാകൂല. സുമ്മ യൽഹറു ബഅദഹു, വകതിരുവുള്ള കുഞ്ഞ് വളർന്നാൽ അധികം വൈകാതെ പിന്നെ അവനിൽ പ്രകടമാകുന്നത് ലസ്സത്തു സീനതി വലുബ്സു സിയാബ്. കുറച്ചങ്ങോട്ട് വളർന്ന് കൗമാരപ്രായത്തിലെത്തിയാൽ പിന്നെ അവൻ അടിച്ചു പൊളിച്ച് ചെത്തി മിനിക്ക് നടക്കാനായിരിക്കും കൊതി. ആ സ്ഥാനത്ത് അവൻ എത്തുമ്പോ ഈ പാവക്കളിയെ നിന്യമായി നിസാരമായി അവൻ നോക്കിക്കാണും. അവിടെ നിന്ന് പുരോഗമിക്കുന്നു. അവൻ യുവത്വത്തിലേക്ക് കയറുമ്പോ പിന്നെ അവനിൽ ആശ വരുന്നത് ശഹ്വത്തുൽ ലസ്സത്തുൽ വിഖാഇ വശഹ്വത്തുൻ നിസാ, സ്ത്രീകളോടുള്ള താല്പര്യമാണ്. പിന്നെ ഈ സ്ത്രീകളെ ആകർഷിക്കാൻ വേണ്ടിയായിരിക്കും അവൻ സമയം ചിലവഴിക്കുന്നത്, പണം ചിലവഴിക്കുന്നത്. ഈ തലത്തിലെത്തും. അവിടെ നിൽക്കൂല. ദുന്യാവിലെ മനുഷ്യന്റെ ആശയുടെ ആഗ്രഹങ്ങളുടെ വിവിധ പടവുകളാ പറയുന്നത്. ഈ തലത്തിൽ നിന്നും അവൻ പോകും. പിന്നെ അവൻ കൊതിക്കുന്നതൊരു അവനൊരു 10-40 വയസ്സൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ അവന്റെ കൊതി എന്താണ്? അധികാരം വേണം, കുറച്ചൊക്കെ സ്ഥാനം വേണം, വത്തക്കാസുർ, കുറച്ച് പണം പെരുകണം, ഇതായിരിക്കും. വഹാദിഹി ആഖിറു ലസ്സാത്തി ദുനിയാ, ദുനിയാവിലെ അവസാനത്തെ മനുഷ്യന്റെ ആഗ്രഹം അതാണ്. അതിന്റെ മേലെ ഈ ദുനിയാവിലെ മനുഷ്യന്റെ ആശയുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ആശയും ശക്തമായ ആശയും സ്ഥാനമാനങ്ങളും ധനവർദ്ധനവും അതിനോടുള്ള കൊതിയാണ്. ബുദ്ധിയുള്ള മനുഷ്യൻ അവിടെയും നിൽക്കില്ല. ബുദ്ധിയുള്ള മനുഷ്യനാണെങ്കിൽ, അല്ലെങ്കിൽ അല്ലാഹ് കൊടുത്ത ബുദ്ധി ഉപയോഗപ്പെടുത്തുന്ന ആളാണെങ്കിൽ ആ ആശയിൽ നിലനിൽക്കില്ല. ഇതിന്റെയൊക്കെ ഉടമസ്ഥനെ ഒന്ന് അറിഞ്ഞാൽ എന്തായി നന്നായിരുന്നു എന്ന കൊതിയായിരിക്കും. അതല്ലേ ഇബ്രാഹിം ഇബ്നു അദ്ഹം, ബൽഖയിലെ രാജകൊട്ടാരം, അവിടെയുള്ള അധികാരം, അവിടെ സുഖലോലുപനായിട്ടുള്ള ജീവിതം, അതിലൊന്നും മതിമറക്കാതെ ഈ അധികാരത്തിന്റെ കൊട്ടാരത്തിന്റെ എല്ലാത്തിന്റെയും ഉടമസ്ഥനുമായി ഒന്ന് പരിചയപ്പെട്ട് കിട്ടിയിരുന്നെങ്കിൽ എന്നോർത്ത് ആ കൊട്ടാരം വലിച്ചെറിഞ്ഞിട്ട് കാട്ടിലേക്ക് ധ്യാനനിമഗ്നനായി നടന്നു നീങ്ങിയല്ലോ ഇബ്രാഹിം ഇബ്നു അദ്ഹം റഹിമഹുല്ല. ഉടമസ്ഥനെ പരിചയപ്പെടാനുള്ള താല്പര്യം, ഉത്കടമായ കൊതി. അങ്ങനെ നടന്ന് സഞ്ചരിച്ച് അവിടെ എത്തുമ്പോൾ ആ നാഥനെ മനസ്സിലാകുമ്പോൾ നാഥനെ സ്നേഹിക്കും. ഇങ്ങനെ ഈ നിലവാരങ്ങൾ വ്യത്യസ്തമായ ഘട്ടങ്ങളിൽ, താഴ്ന്ന ഘട്ടത്തിലുള്ള ആളുകൾ, പദവിയിലുള്ള ആളുകൾ, മുകളിലുള്ളവരുടെ സ്ഥാനം മനസ്സിലാക്കാൻ അവർക്കാവില്ല. വക്കമാ അന്ന സ്വബിയ യൽഹഖു അലാ മൻ യത്റുകുൽ ലഇബ വയസ്തഗിലു ബിത്വലബിർ റിയാസ. അധികാരത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന മുതിർന്ന മനുഷ്യനെ നോക്കി കൊച്ചുകുട്ടി ചിരിക്കും. ഈ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പ്, ഇലക്ഷനെന്ന് പറഞ്ഞ് വാപ്പച്ചി പ്രാന്തായി നടക്കുന്നത് എന്തേ വാപ്പച്ചിക്ക് വട്ടുപിടിച്ചോ? വയൽഹഖു, അവൻ ചിരിക്കും കൊച്ചുകുട്ടി. കാരണം അലാമൻ യത്റുകുൽ ലഇബ, ഈ കളിക്കാൻ വരാതെ, കളിതമാശകൾക്ക് നിൽക്കാതെ വാപ്പ കണ്ടോ കഷ്ടപ്പെടുന്നത് എന്നോർത്തുകൊണ്ട് കൊച്ചുകുട്ടി ചിരിക്കും. ഇതുപോലെ തന്നെ ദുന്യാവിലെ നേതാക്കന്മാർ, ദുന്യാവ് തേടി നടക്കുന്ന ആളുകൾ ദുന്യാവിലെ വിഭവങ്ങളൊക്കെ വേണ്ടാന്ന് വെച്ചിട്ട് ഉപേക്ഷിച്ചിട്ട്
അള്ളാഹുവിനെ സ്നേഹിക്കാനും അറിയാനും വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന മനുഷ്യനിലേക്ക് നോക്കിയിട്ട് ദുന്യാവിലെ ആളുകൾ ചിരിക്കും. ഈ കുട്ടി നേരത്തെ വാപ്പായിലേക്ക് നോക്കി ചിരിച്ചതുപോലെ ഇമാം ഗസാലി റഹിമഹുല്ല ഉപമയിലൂടെ പഠിപ്പിക്കുകയാണ്. അള്ളാഹുവിന്റെ ആരിഫുകളെ, നബിമാരെ ആ കാലങ്ങളിലുള്ള ജനങ്ങളൊക്കെ പരിഹസിച്ച് കളിയാക്കിയിട്ടുണ്ട്. കളിയാക്കിയപ്പോൾ ഈ ആരിഫീങ്ങളും നബിമാരും തിരിച്ചെന്താ മനസ്സുകൊണ്ട് പറഞ്ഞത്? കളിയാക്കിക്കോ, നിങ്ങളെ കണ്ടിട്ട് അതിലേറെ കളിയാക്കാനാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. കാരണം നിങ്ങൾ ഈ ദുന്യാവാകുന്ന ശവം, പുഴുത്ത് നാറി പുഴുവരിക്കുന്ന ശവത്തെ നിങ്ങൾ കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്തുകൊണ്ടിരിക്കുക. ആ കാഴ്ച കാണുമ്പോൾ നിങ്ങളുടെ കാര്യത്തിൽ സഹതാപവും, നിങ്ങൾ ഈ കാണിക്കുന്ന വിഡ്ഢിത്തമോർത്ത് നിങ്ങളോട് പുച്ഛവും നിങ്ങളോട് പരിഹാസവും തോന്നുന്നു. സാധാരണ ആരിഫീങ്ങൾ ഖുർആനിൽ ഒരു ആയത്ത് പറയാറുണ്ട്, ഇൻ തസ്ഖറൂ മിന്നാ ഫഇന്നാ നസ്ഖറു മിൻകും കമാ തസ്ഖറൂൻ ഫസൗഫ തഅലമൂൻ. ഇൻ തസ്ഖറൂ മിന്നാ, നിങ്ങൾ ഞങ്ങളെ കളിയാക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, ഫനസ്ഖറു കമാ തസ്ഖറൂൻ, നിങ്ങൾ ഞങ്ങളെ പരിഹസിക്കുന്നത് പോലെ ഞങ്ങൾക്ക് നിങ്ങളോടും പരിഹാസം തോന്നുന്നു. സത്യത്തിൽ പരിഹാസ്യരായിട്ടുള്ളവർ, ഇളിഭ്യരായിട്ടുള്ളവർ, നഷ്ടപ്പെട്ടു പോയവർ ആരാണെന്ന് ഫസൗഫ തഅലമൂൻ, ശേഷം നിങ്ങൾക്കറിയും. ഞങ്ങൾ ഈ പോകുന്ന വഴി ഭ്രാന്തന്മാരുടെ വഴി, അല്ലെങ്കിൽ കുഫറിന്റെ വഴി, അല്ലെങ്കിൽ വിവരക്കേടിന്റെ വഴി എന്ന് നിങ്ങൾ വിലയിരുത്തി ഞങ്ങളെ നോക്കി ചിരിക്കണില്ലേ? ശേഷം യാഥാർത്ഥ്യം നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ്. പ്രിയമുള്ള വിശ്വാസികളെ, ഈ വിഷയം വളരെ ഗഹനമാണ്. ഇത് പറഞ്ഞു ഫലിപ്പിക്കാൻ ഞാൻ വല്ലാതെ പ്രയാസപ്പെടുന്നുണ്ട്. കാരണം ഈ ആശയങ്ങൾ തിരിയുന്ന ഭാഷയിലേക്ക് കൊണ്ടുവരാൻ ബുദ്ധിമുട്ടുള്ള സംഗതിയാണ്. ഇത് മനസ്സിലാകുന്നതിൽ തടസ്സം നിന്നുകൊണ്ട് നമ്മുടെ നഫ്സും പിശാചും ബ്ലോക്കായി നിൽക്കും. കാരണം ഈ പറയുന്ന വിഷയം യഥാവിധി എൻ്റെ കൽബിലേക്കും നിങ്ങളുടെ കൽബിലേക്ക് ഇറങ്ങിക്കിട്ടിയാൽ അള്ളാഹനെ അറിഞ്ഞ് സ്നേഹിക്കാനുള്ള ഒരു കവാടം തുറക്കപ്പെടുകയായി. അതോടുകൂടെ ഇരുലോകത്തുമുള്ള ജീവിതം സന്തോഷപൂർണമായി. അതോടുകൂടെ രാജകീയ ജീവിതമായി നമ്മുടെ ജീവിതം സൃഷ്ടാവിലേക്ക് നോക്കിക്കൊണ്ടുള്ള ജീവിതമാകും ഇൻഷാ അല്ലാഹ്. ഇതിന്റെ ബാക്കിയും കുറച്ചുകൂടെ പറയാനുണ്ട്. മഹബത്ത് ശക്തിപ്പെടാനുള്ള കാര്യങ്ങൾ ഒന്നും രണ്ടും എണ്ണി പറയാണ്ട് നമുക്ക് മഹബത്തില്ല, നമ്മുടെ കൽബ് ഇതൊക്കെ പറഞ്ഞിട്ടും ചത്ത് കിടക്കുകയാണ്. മഹബത്ത് ദുന്യാവിനോടാണ്, സ്നേഹം ദുന്യാവിലെ വിഭവങ്ങളോടാണ്. പടച്ചവനെ സ്നേഹിക്കാനുള്ള ഒരു ഹൃദയ വിശാലത ഇതുവരെ നമുക്ക് കിട്ടിയിട്ടില്ല. അത് ഉണ്ടാക്കിയെടുക്കാനുള്ള മാർഗം പരിശുദ്ധ ദീൻ നമുക്ക് മുന്നിൽ തുറന്നു തന്നിട്ടുണ്ട്. അള്ളാഹു ആ വഴി നമുക്ക് കാണിച്ചു തരുമാറാവട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. നിങ്ങൾ ശ്രവിക്കുന്ന ഈ ശബ്ദത്തിന്റെ ഉടമ ശിഹാബുദ്ദീൻ ഫൈസി, ടൗൺ ജുമാ മസ്ജിദ് ഇമാം, പെരുമ്പാവൂർ. ഈ പ്രോഗ്രാം നിങ്ങൾക്കായി സമർപ്പിച്ചത് സ്മാർട്ട് ഫോൺസ്, ടൗൺ ജുമാ മസ്ജിദിന് സമീപം, പെരുമ്പാവൂർ. എല്ലാവിധ മൊബൈൽ ഫോണുകളും ഡ്യൂട്ടി പെയ്ഡ് ഐറ്റംസുകളും മിതമായ വിലയ്ക്ക് ലഭിക്കുന്ന പെരുമ്പാവൂരിലെ ഏക സ്ഥാപനം സ്മാർട്ട് ഫോൺസ്, ടൗൺ ജുമാ മസ്ജിദിന് സമീപം, പെരുമ്പാവൂർ. ബ്രൈറ്റ് ലൈറ്റ്, വിൻവർത്ത് തുടങ്ങിയ ലോകോത്തര ബ്രാൻഡുകളുടെ അംഗീകൃത സ്ഥാപനം സ്മാർട്ട് ഫോൺസ്, ടൗൺ ജുമാ മസ്ജിദിന് സമീപം, പെരുമ്പാവൂർ.